കൃത്യം 4 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ തിയേറ്റർ ബാൽക്കണി ചാനലിലൂടെ നമ്മളൊരു വലിയ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. ഗുരുവായൂരിന്റെ സ്വന്തം മാജിക് ഫ്രെയിംസ് ജയശ്രീ തിയേറ്റർ ഒരു റിനോവേഷന് തയ്യാറാവുകയാണെന്ന്. അന്ന് പറഞ്ഞ ആ ഒരു റിനോവേഷൻ ഇത്രയും വലിയൊരു മേജർ റിനോവേഷൻ ആയിരിക്കുമെന്ന് നമ്മൾ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ, മാജിക് ഫ്രെയിംസ് ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കിടിലൻ അല്ലെ വൺ ഓഫ് ദ വെരി ബെസ്റ്റ് റിനോവേഷൻ എന്ന് പറയാവുന്ന റിനോവേഷന് ശേഷം ഇപ്പൊ ദാ ജയശ്രീ തിയേറ്റർ നമ്മുടെ കാന്താര സിനിമ വെച്ചിട്ട് വീണ്ടും ഓപ്പൺ ആയിരിക്കുകയാണ്. ഗുരുവായൂർ ജയശ്രീ തിയേറ്ററിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമസ്കാരം, തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുന്നേ ജയശ്രീ തിയേറ്ററിൽ വന്നവർക്ക് അറിയാം, തിയേറ്ററിന്റെ ആ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ദാ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വീൽ ചെയർ ആക്സസ് കാണാൻ സാധിക്കും. അതും ഈ അടുത്ത് ഏറ്റവും പുതുതായിട്ട് കൊടുത്തതാണ്. അതുപോലെ തന്നെ ആ ഒരു ഇനാഗുറേഷൻ കഴിഞ്ഞതിന്റെ ചൂട് മാറുന്നതിന് മുന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബലൂൺസും അലങ്കാരങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ ബിൽഡിങ്ങിൽ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തിയേറ്ററിന്റെ മുൻവശത്തുള്ള പാർക്കിങ്ങിലാണ്. ഇതിന് പുറമെ തിയേറ്ററിന്റെ ഇരുവശങ്ങളിലുമായിട്ട് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു തിയേറ്റർ റിനോവേറ്റ് ചെയ്തപ്പം ഇതിന്റെ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ആ ഒരു ലുക്ക് കളയാതെ തന്നെ എന്നാൽ ഒരു സൈഡ് കളർഫുൾ ആക്കി ഇവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം മാജിക് ഫ്രെയിംസിന്റെ തിയേറ്റേഴ്സ് നമ്മൾ എപ്പോൾ നോക്കിയാലും വളരെ കളർഫുൾ ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഏരിയയിൽ മാജിക് ഫ്രെയിംസ് ജയശ്രീ എന്നുള്ള ആ ഒരു ബ്രാൻഡിങ് നിലനിർത്തിയിട്ട് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു വളപ്പൊട്ട് കൊണ്ടുള്ള ഡിസൈൻ ഉണ്ടല്ലോ, അതായത് ഇന്നത്തെ തിയേറ്ററുകളിൽ വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഡിസൈൻസ് ആണ് അതൊക്കെ. അത് അവർ ഒന്ന് കളർഫുൾ ആക്കി അല്ലെങ്കിൽ ഒന്നുകൂടെ റീപെയിന്റ് ഒക്കെ ചെയ്ത് അതിനെ ആ ഒരു മനോഹരമായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു സന്തോഷം തോന്നിയ കാര്യമാണ്, ഇത്രയും നവീകരിച്ചപ്പോഴും ഈ ഒരു തിയേറ്ററിന് മുന്നിലുള്ള ഈ ഒരു വലിയ മാവുണ്ടല്ലോ, ആ ഒരു മാവ് അതാണ് നമുക്കൊരു തണൽ തരുന്ന ഈ ഒരു ഭാഗത്ത്. ആ ഒരു മാവിനെ വെട്ടാതെ അതിനെ മാക്സിമം സേഫ് ആക്കി തന്നെ നിർത്തിയിട്ടാണ് റിനോവേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് നേരെ തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയിട്ട് മറ്റു കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ ആ ഒരു ലോബിയിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് ബോക്സ് ഓഫീസ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ബോക്സ് ഓഫീസിൻ്റെ ഈ ഒരു ഏരിയയിൽ ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ ഈ പിന്നിൽ കാണുന്ന കൃഷ്ണൻ്റെയും രാധയുടെയും ആ ഒരു ടൈൽസിൽ ചെയ്തിരിക്കുന്ന ഫോട്ടോ തന്നെയാണ്. കാരണം വെച്ചാൽ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അത് ഒരു തിയേറ്ററിലേക്ക് ഇവർ കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഭാഗത്തൊക്കെ ഒരു മയിൽപീലിയുടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ജാതി മതഭേദമന്യേ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ഗുരുവായൂർ അമ്പലവും അതുപോലെ തന്നെ കൃഷ്ണനെ പറ്റിയുള്ള ഓർമ്മകളും ഒക്കെ ആയിരിക്കും. സോ ആ ഒരു ഫീല് തിയേറ്ററിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിലൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാജിക് ഫ്രെയിംസിൻ്റെ ഒരു വലിയ ലോഗോ തന്നെ അതും വളരെ ഭംഗിയായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഈ ഒരു തിയേറ്ററിൻ്റെ കഫ്റ്റീരിയ ആണ്. ഈ ഒരു കഫ്റ്റീരിയയ്ക്ക് ഇവിടുന്ന് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരു കോഫിയോ അല്ലെങ്കിൽ ഒരു പോപ്കോണോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പേ ചെയ്തിട്ട് അത് മേടിക്കാൻ സാധിക്കും. അതായത് ഒരേ സമയം തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്നും പുറത്ത് നിന്നും ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കഫ്റ്റീരിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ബോക്സ് ഓഫീസിൻ്റെ തൊട്ടടുത്തെത്തി. ഇവിടുത്തെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പാർട്ണർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ബൈ സൊമാറ്റോ അല്ലെങ്കിൽ ടിക്കറ്റ് ന്യൂ ആണ്. അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത്, ഇതൊരു സിംഗിൾ സ്ക്രീൻ തിയേറ്ററാണ്. പണ്ട് ബാൽക്കണി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ബാൽക്കണിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളോട് പറയാം. ടിക്കറ്റ് ചാർജ് വരുന്നത് ഫസ്റ്റ് ക്ലാസ് 110 രൂപ, ഡയമണ്ട് ക്ലാസ് 150 രൂപ, അതുപോലെ തന്നെ റിക്ലൈനേഴ്സ് ഉണ്ട്, അതിന് 300 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ബാക്കി തിയേറ്ററിൽ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഡോറ് വഴി തിയേറ്ററിന്റെ ലോബിയിലേക്ക് കയറാൻ സാധിക്കും. ആ ഒരു പഴയ ലോബിനെ മാക്സിമം ആ ഒരു പഴമയുടെ മനോഹാരിത നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ ഒരു നൂതനമായ രീതിയിൽ തന്നെ നവീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. അതിന്റെ എക്സാമ്പിളാണ് എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഉടൻ തൂണുകൾ. ആ ഒരു തൂണുകൾ, അതായത് ഈ തിയേറ്റർ തുടങ്ങിയ കാലത്തുള്ള തൂണുകളാണ്. അതിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തു. അതുപോലെ തന്നെ ടോപ്പിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ പഴയ രീതിയിലുള്ള ആ ഒരു വർക്കുകൾ അങ്ങനെ തന്നെ വെച്ചിട്ട് അതിൽ കുറച്ച് ലൈറ്റ്സ് അത് വളരെ ഭംഗിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോറുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തപ്പോൾ പ്രത്യേകം പറഞ്ഞാണ് ഈ ഒരു ഡോറിലുള്ള കൊത്തുപണികൾ, ആ ഡോറിലുള്ള കൊത്തുപണികളെല്ലാം അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഈ ഡോറുകൾ വഴിയല്ല നമ്മൾ നിലവിൽ ഈ ഒരു തിയേറ്ററിന്റെ ഹാളിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിന്റെ എൻട്രൻസ് വശങ്ങളിലൂടെ ആക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് വശങ്ങളിലൂടെ എൻട്രൻസ് ആക്കിയെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. പിന്നെ നമ്മൾ മുന്നേ ഈ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മഹാഭാരതത്തിലെ സാരോപദേശ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ,
അതിനെ ഒന്ന് പെയിന്റ് ചെയ്ത് ആ ഒരു വിന്റേജ് ലുക്കിൽ തന്നെ വീണ്ടും നിലനിർത്തിയിട്ടുണ്ട്. അതിനടിയിൽ ഈ രീതിയിലുള്ള ഒരു വാം സ്ട്രിപ്പ് ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ട് അതും ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു മാറ്റ് വർക്ക് എല്ലാം കൊടുത്തിട്ട് ആകെ മൊത്തം ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഫീല് നമുക്ക് കിട്ടും. ഒരു ടെമ്പിൾ ടൈപ്പ് ഫീലിംഗ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡോറുകളിൽ ആ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ ക്യാൻറ്റീൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പഴയ ക്യാൻറ്റീൻ ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നിലവിൽ ഈ ഒരു തിയേറ്ററിന്റെ ക്യാൻറ്റീൻ ഒരു പ്ലേസ് ചെയ്തിരിക്കുന്നത്. നോർമൽ നമ്മുടെ മാജിക് ഫ്രെയിംസിൽ കാണുന്ന രീതിയിലുള്ള എല്ലാ ഐറ്റംസും കോഫി, ടീ, ഐസ്ക്രീംസ്, അതുപോലെ തന്നെ പപ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ലഭിക്കുന്ന അത്യാവശ്യം അഫോർഡബിൾ ആയ റേറ്റിൽ ലഭിക്കുന്ന ഒരു ക്യാൻറ്റീനാണ് തിയേറ്ററിൻ്റെത്. പിന്നെ അത്യാവശ്യം ഇരിപ്പിടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു പുതുക്കിയ നമ്മുടെ മാജിക് ഫ്രെയിംസ് ജയശ്രീയുടെ ലോബിയിലെ കാഴ്ചകൾ. ലോബിയിൽ നിന്ന് ഹാളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇരുവശങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പാസേജസ് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാസേജസിന്റെ ബാക്ക് സൈഡിലായിട്ട് ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഈ ഒരു ജയശ്രീ തിയേറ്ററിന്റെ വീഡിയോ നമ്മൾ എടുക്കുന്ന ടൈമിൽ പാസേജുകളുടെ വശങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇവർ ക്രമീകരിച്ചിരിക്കുന്നതാണ്. സോ ഒരു എന്താ പറഞ്ഞ നമുക്ക് ഈ ഒരു ലോബിയുടെ ഇരുവശങ്ങളിലുള്ള ഭാഗത്താണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള അന്തരീക്ഷം, അതുപോലെ തന്നെ ടോപ്പിലും ഈ കാണുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ഡിസൈൻസ്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സൈനേജസ്, കഫേ എങ്ങോട്ടാണ്, ലേഡീസ് ടോയ്ലറ്റ് എങ്ങോട്ടാണ്. സോ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഈ ഒരു ഏരിയയും ഇവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് ഈ ഒരു എന്താ പറയുക സിന്തറ്റിക് ലെതർ കൊണ്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഡോറിൻ്റെ വർക്കാണ് കേട്ടോ. സാധാരണ നമ്മൾ കാണാറുള്ളതെല്ലാം ഒരു റെഡ് കളറുള്ള വർക്കാണെങ്കിൽ ഇവിടെ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ജയശ്രീ തിയേറ്റർ ഹാളിലേക്ക് കയറാം. ഞാൻ ഉറപ്പ് പറയുന്നു, മുന്നേ നിങ്ങൾ ഈ ഒരു ജയശ്രീ തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഹാള് കാണുമ്പോൾ നിങ്ങൾ ഒന്ന് വണ്ടർ അടിക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ആ മാറ്റം ഇവിടെ നിന്ന് തുടങ്ങും. അതായത് പണ്ടത്തെ ജയശ്രീ തിയേറ്ററിന് അല്ലെങ്കിൽ ഒരു 4 മാസം മുന്നേ വരെയുള്ള ജയശ്രീ തിയേറ്ററിന് ബാൽക്കണി ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഇല്ല. ബാൽക്കണി ഇല്ല എന്ന് പറഞ്ഞാൽ ആ ബാൽക്കണീനെ ക്ലോസ് ചെയ്ത് വേറൊരു സ്ക്രീൻ ആക്കിയിട്ടുമില്ല. ഇതൊരു സിംഗിൾ സ്ക്രീൻ തിയേറ്ററായിട്ട് തന്നെ ഇപ്പം നിലനിൽക്കുന്നു. എന്നാൽ ബാൽക്കണീനെ ഒരു ഒറ്റ ക്ലാസ്സായിട്ട് സ്ലോപ്പിലേക്ക് താഴ്ത്തി കൊണ്ടുവന്നിട്ട് എന്താ പറയുക ഒരു പ്രത്യേക രീതിയിൽ സീറ്റിംഗ് സെറ്റ് ചെയ്ത് ഇതിനൊരു പക്ക സിംഗിൾ സ്ക്രീൻ തിയേറ്റർ, അതായത് ഒരു മാക്സിമം എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ തിയേറ്ററിനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് തിയേറ്ററിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് തന്നെ ആദ്യം കിടക്കാം. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു ഡിസൈൻ വർക്കുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ കട്ട പോലെയുള്ള ഡിസൈൻസ് ഉണ്ടല്ലോ, ഇത് പഴയ ജയശ്രീ തിയേറ്റർ ആ ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. സോ ആ ഒരു പഴയ ഇൻറ്റീരിയറിനെ ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ട് അതിലേക്ക് ബ്ലൂ കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ്, അതുപോലെ തന്നെ ഏറ്റവും പിന്നിലും ഏറ്റവും മുന്നിലുമായിട്ട് മൾട്ടിപ്പിൾ കളറുള്ള സ്ട്രിപ്പ് ലൈറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിലും നമുക്ക് ഒരു ബ്ലൂ കളറിലും വാം കളറിലുമുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഹാളിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ നല്ല മാറ്റമൊക്കെ ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ തിയേറ്ററിൽ കാണുന്ന മാറ്റിൻ്റെ ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് മാറ്റിന് കൊടുത്തിരിക്കുന്നത്. നവീകരിച്ച മാജിക് ഫ്രെയിംസ് ജയശ്രീ തിയേറ്ററിൻ്റെ ഡയമണ്ട് ക്ലാസ്സിനെയും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ഈ ഒരു ഡയമണ്ട് ക്ലാസ്സിലെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ബ്ലാക്ക് കളറിൽ അതിൽ മാജിക് ഫ്രെയിംസിൻ്റെ ഒരു ലോഗോയും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ബ്ലാക്ക് കളറിലെ മാജിക് ഫ്രെയിംസിൻ്റെ ഒരു കളർഫുൾ ആയിട്ടുള്ള ലോഗോ കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര ബ്രൈറ്റായിട്ട് നമുക്ക് കണ്ണിലേക്ക് കിട്ടും എന്നുള്ളതാണ്. സോ സീറ്റ്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള ജാസോ സീറ്റ്സ് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ സാധിക്കുന്ന, വളരെ ഒരു പഫി ഫീൽ കിട്ടുന്ന, അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിലൊരു ലക്ഷറി ഫീൽ കിട്ടുന്ന തരത്തിലുള്ള സീറ്റ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു ലെഗ് സ്പേസും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു മോഡൽ സീറ്റുകൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇത്തരത്തിലുള്ള 300 സീറ്റുകളാണ് ഈ ഒരു ഡയമണ്ട് ക്ലാസ്സിലുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഡയമണ്ട് ക്ലാസ് എന്ന് പറയുന്നത് പഴയ ആ ഒരു ജയശ്രീ തിയേറ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു പകുതിക്ക് പിന്നിലേക്കുള്ള ഭാഗവും അതുപോലെ തന്നെ ബാൽക്കണി, ആ ഒരു ഫുൾ ബാൽക്കണിയും ചേർത്ത് ഒരു ഒറ്റ ക്ലാസ് ആക്കി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആക്ച്വലി ഈ ഒരു തിയേറ്ററിൻ്റെ നിലവിലെ സീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക സിക്സാഗ് എന്ന് പറയാൻ പറ്റുന്നില്ല. ഏറ്റവും ടോപ്പിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒരു ഇങ്ങനെ സ്ലോപ്പ് വന്നിട്ട് പിന്നെ സ്ട്രെയിറ്റ്, ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ സീറ്റിംഗ് ലേഔട്ട് പോയിരിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ ഇവിടുത്തെ ഈ ഒരു ഹാളിൻ്റെ പിന്നിൽ പോയിട്ട് മറ്റ് കാഴ്ചകളിലൂടെ കാണാം. സോ നമ്മൾ പറഞ്ഞ ആ ഒരു ഡയമണ്ട് ക്ലാസിൻ്റെ മിഡിൽ പോർഷൻ, അല്ലെങ്കിൽ ആ ഒരു 300 സീറ്റിൻ്റെ ഏകദേശം നടുവിൽ വരുന്ന ഭാഗത്തായിട്ട് ഒരു നിര റിക്ലൈനർ സീറ്റ്സ് ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും കേട്ടോ. ഇതെന്താണ് ഇങ്ങനെ റിക്ലൈനർ സീറ്റ്സ് ഇവിടെ ഇട്ടിരിക്കുന്നത് ചേട്ടാന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു തിയേറ്ററിലും നമ്മൾ ഈ രീതിയിൽ ഹാളിൻ്റെ ഇടയിലായിട്ട് പ്രീമിയം സീറ്റ്സ് കൊടുത്ത് കണ്ടിട്ടില്ല. സോ പ്രീമിയം സീറ്റ്സ് എന്ന് പറയുന്നത് മാക്സിമം ആ ഒരു കംഫോർട്ടിന് വേണ്ടിയിട്ടാണ് തിയേറ്ററുകളിൽ സെറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീറ്റ്സിൽ ഇരുന്നിട്ട് നമ്മളിതൊരു റിക്ലൈൻ ആക്കിയിട്ട് ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു തിയേറ്റർ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഒരു
ഹെവൻലി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത്രയും കിഡിലൻ രീതിയിൽ നമുക്ക് സ്ക്രീനും അതുപോലെ തന്നെ സൗണ്ടും ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീനിനെ നമ്മൾ എന്താ പറഞ്ഞാൽ ഇങ്ങനെ വിഴുങ്ങിയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് നമുക്ക് വ്യൂ കിട്ടുന്നത്. സോ ഇതൊരു കിഡിലൻ ഐഡിയ ആട്ടോ. എനിക്ക് തോന്നുന്നു ഇനി കുറേ തിയേറ്ററുകൾ ഈ രീതിയിൽ സീറ്റ്സ് സെറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം കൂടുതൽ പൈസ കൊടുക്കുമ്പം അതിനനുസരിച്ച് എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് 300 രൂപയാണ്. അപ്പോൾ ഈ ഒരു റിക്ലൈൻ സീറ്റ്സിൻ്റെ പിന്നിലേക്ക്, അതായത് ആ ഒരു പഴയ ബാൽക്കണിയുടെ ആ ഒരു എക്സാക്റ്റ് ആ ഒരു ഫുൾ പോർഷൻ ഉണ്ടല്ലോ, അത് വീണ്ടും ഈ ഒരു ഡയമണ്ട് ക്ലാസ് സീറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം 150 റുപ്പീസ് തന്നെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ ആ ഒരു ബാൽക്കണിയിൽ ഉണ്ടായിരുന്ന 2 തൂണുകൾ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പഴയ ആ ഒരു ബോക്സ് ക്ലാസ് അവിടെയുണ്ട്. അതിൽ നിലവിൽ സീറ്റുകളില്ല എന്നാണ് നമ്മുടെ അറിവ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എന്താ പറഞ്ഞാൽ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൻ്റെ ആ ഒരു എസ്തെറ്റിക് ലുക്ക് അല്ലെ, ആ പഴയ ലുക്കിനെ മാക്സിമം നിലനിർത്തിക്കൊണ്ട് എന്നാൽ ഇന്നത്തെ ആ ഒരു എന്താ പറഞ്ഞാൽ വേണ്ട ആ ഒരു ആധുനിക സൗകര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് മാജിക് ഫ്രെയിംസ് ഈ ഒരു തിയേറ്ററിനെ വീണ്ടും ഗുരുവായൂരുകാർക്ക് മുന്നിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ പോയിട്ട് അവിടുത്തെ മറ്റ് കാഴ്ചകൾ കൂടി കാണാം. അപ്പോൾ നമ്മുടെ മാജിക് ഫ്രെയിംസ് ജയശ്രീ തിയേറ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ആക്ച്വലി ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നുള്ള ടേമൊക്കെ ഇപ്പോൾ എന്താ പറയുക വലിയ പ്രസക്തി ഇല്ല. എന്നിരുന്നാലും തിയേറ്ററിൻ്റെ ഏറ്റവും മുന്നിലുള്ള ആ ഒരു 9 നിരയിലുള്ള 224 സീറ്റുകളെയാണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ് എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ടിക്കറ്റ് ചാർജ് വരുന്നത് 105 രൂപയാണ്. മുന്നേ നമ്മൾ 110 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു GSTയുടെ ഇളവൊക്കെ വന്നപ്പോൾ 105 രൂപയാണ് പ്രേക്ഷകർക്ക് ഈ സീറ്റ്സിൽ ചാർജായിട്ട് വരുന്നത്. സീറ്റ്സിൻ്റെ കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, പുഷ് ബാക്ക് സീറ്റ്സ് തന്നെയാണ്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ ഉണ്ട്, ഹാൻഡ് റെസ്റ്റിൻ്റെ ഇവിടെ കുഷൻ ഉണ്ട്. അത്യാവശ്യം കംഫർട്ടായിട്ടിരിക്കാവുന്ന രീതിയിലുള്ള സീറ്റ്സ് തന്നെയാണ്. ലെഗ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മുന്നേ കണ്ടതിനേക്കാൾ കൂടുതൽ ലെഗ് സ്പേസ് ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. സോ നല്ലൊരു ലെഗ് സ്പേസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഫ്രണ്ടിൽ ഒരു ഡിസ്റ്റൻസും സ്ക്രീനിൽ നിന്ന് സീറ്റിലേക്ക് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ നമ്മുടെ ആ ഒരു ജയശ്രീ തിയേറ്റർ ഉണ്ടല്ലോ, അതായത് ഈ ഒരു റിനോവേഷന് തൊട്ട് മുന്നേ ആ സമയത്ത് ഇവിടെ വരെയായിരുന്നു കേട്ടോ സീറ്റ്സ് ഉണ്ടായിരുന്നു. സോ ഒരു മുന്നിലേക്ക് ഒരു 3 വരെ സീറ്റ്സ് കൂടി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിനെയും സീറ്റിംഗ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ആ ഒരു പഴയ ഗ്രില്ലിനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് വെറും ഒരു റിനോവേഷൻ അല്ല ചെയ്തിരിക്കുന്നത്. വളരെ മേജറായിട്ടുള്ളൊരു റിനോവേഷനാണ് ഈ ഒരു തിയേറ്ററിന് ചെയ്തിരിക്കുന്നത്. സോ അതിൽ എന്താ പറയുക, സൗണ്ട്, പ്രൊജക്ഷൻ, AC, ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയർ, പാർക്കിംഗ് ഏരിയ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പഴയ ആ ഒരു AC-യുടെ ഡെക്റ്റുകളെല്ലാം അടച്ചിട്ട് ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള രീതിയിലുള്ള AC ഡെക്റ്റുകൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ വേഗം എന്നുള്ളൊരു കൂളിംഗ് നമുക്കിപ്പോൾ ഈ ഒരു തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവർ AC ഇട്ട് തന്നിരുന്നു. വളരെ വേഗം എന്നാണ് ഈ ഒരു തിയേറ്ററിൻ്റെ കൂളിംഗ് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ഹാള്, ഏകദേശം ഒരു കിങ് സൈസ് ഹാള്, അത്തരത്തിലുള്ള ഒരു ഹാളാണ് നമ്മുടെ ജയശ്രീ തിയേറ്ററിൻ്റേത്. കമ്പാരിറ്റീവ്ലി അല്പം നീളം കൂടിയ ഹാളാണ്. ഏകദേശം ഒരു 25 നിരയോളം സീറ്റുകളുണ്ട്. സോ ഈ ഒരു ഹാളിനെ എന്താ പറയുക, റിനോവേഷൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം ക്യാഷ് ഇൻവോൾവ് ചെയ്യുന്നൊരു പരിപാടിയാണ്. എങ്കിലും ഒരു കുറവുകളും വരുത്താത്ത രീതിയിൽ തന്നെ ഇവരിത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇനി മറ്റ് ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാം. പുതുപുത്തൻ സിൽവർ സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കർവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ്. ഏകദേശം ഒരു 46-48 അടിയോളം വലിപ്പമുള്ള സ്ക്രീനാണ്. എനിക്ക് തോന്നുന്നു ഗുരുവായൂരിലെ തന്നെ ഏറ്റവും വലിയ സൈസുള്ള സ്ക്രീൻ ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു ജയശ്രീ തിയേറ്ററിലേതായിരിക്കും. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹാളിൽ നമുക്ക് എത്ര വലിയ സ്ക്രീൻ സെറ്റ് ചെയ്യാമോ അത്രയും വലിയൊരു സ്ക്രീൻ ഇവർ നിലവിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു സ്ക്രീൻ ഈ ഒരു ഹാളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. കമ്പാരിറ്റീവ്ലി എന്താ പറയുക, പിന്നിൽ അല്പം വീതി കുറഞ്ഞ് നടുവിൽ വീതി കൂടി, മുന്നിലേക്ക് വരുമ്പോൾ വീണ്ടും അല്പം വീതി കുറയുന്ന രീതിയിലാണ് ഈ ഒരു ഹാളിൻ്റെ സ്ട്രക്ചർ. അതുപോലെ തന്നെ വളരെ ഹൈറ്റുള്ളൊരു ഹാളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റമാണ് നിലവിലുള്ളത്. പഴയത് ഡോൾബി 7.1 ആയിരുന്നു. സോ ആ ഒരു ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റം കംപ്ലീറ്റ് JBL സ്പീക്കേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടോപ്പിലായാലും സൈഡ് വാൾസിലായാലും എല്ലാം JBL സ്പീക്കേഴ്സാണ്. നമുക്ക് വിസിബിൾ ആയിട്ട് 4 സബ് വൂഫറുകൾ ഹാളിൻ്റെ ഇരുവശത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്നുള്ള ഹൈഫൈ ലിങ്ക് എന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് രാജേഷ് കറിയ എന്ന് പറയുന്ന സൗണ്ട് എഞ്ചിനീയറാണ്. സോ വളരെ മികച്ച ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൗണ്ടും സ്ക്രീനും പോലെ തന്നെ പ്രൊജക്ഷനും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ബാർക്കോയുടെ 4K പ്രൊജക്ഷനാണ് നിലവിൽ ഈ ഒരു തിയേറ്ററിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുന്നേ 2K പ്രൊജക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ടെക്നോളജിക്ക് അത്ര ആവശ്യമില്ലാത്തൊരു സംഗതിയാണ് ഈ ഒരു കർട്ടൻ എന്ന സാധനം. എന്നാൽ ഈ കർട്ടൻ എന്ന് പറയുന്നത് തിയേറ്ററിനെ ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ച് എന്താ പറയുക, ഒരു വികാരമായിട്ടുള്ളൊരു കാര്യമാണ്. സോ നല്ല പുതുപുത്തനൊരു കർട്ടൻ വിത്ത് അടിപൊളി കർട്ടൻ മ്യൂസിക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ മാജിക് ഫ്രെയിംസ് ശരിക്കും പറഞ്ഞാൽ തിയേറ്റേഴ്സ് നവീകരിക്കുമ്പോഴുണ്ടല്ലോ എന്താ പറയുക,
അവരുടെ മൾട്ടിപ്ലക്സുകളൊക്കെ അത് ഒരു വേറൊരു തലത്തിലേക്കാണ് പോകുന്നത്. അതിപ്പോൾ കുന്നമംഗലം ആയാലും പട്ടാമ്പി ആയാലും ഒക്കെ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നു. എന്നാൽ പഴയ തിയേറ്ററുകൾ ഏറ്റെടുത്ത് നവീകരിക്കുന്നില്ലേ, അത് എന്താ പറയുക വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സിംഗിൾ സ്ക്രീനായിട്ട് തന്നെ മാക്സിമം നവീകരിക്കുന്നുണ്ട്. അത്ര സിംഗിൾ സ്ക്രീനുകളൊക്കെ ആ ഒരു നഗരത്തിൻ്റെ തന്നെ ഒരു ഐക്കോണിക് തിയേറ്റർ പോലെ പേരെടുത്ത തിയേറ്ററുകളും ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു സൗണ്ടും വിഷ്വലൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കാണാം. പലപ്പോഴായിട്ട് പറഞ്ഞു പഴകിയ വാക്കുകളാണ് ഒരു തിയേറ്റർ എന്നുള്ളത് ആ ഒരു നാടിന്റെ വികാരമാണെന്നുള്ളത്. അതെ, അത്തരത്തില് ഗുരുവായൂരുകാരുടെ വികാരമായിട്ടുള്ള ഈ ഒരു ജയശ്രീ തിയേറ്ററിനെ മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പ് വളരെയധികം ഭംഗിയായിട്ട് ഇന്നത്തെ കാലഘട്ടം എന്താണോ ആവശ്യപ്പെടുന്നത് ആ മാറ്റങ്ങളെല്ലാം വരുത്തി തിരികെ നൽകിയിരിക്കുകയാണ്. ഗുരുവായൂർ ഒരു തിയേറ്റർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മലയാളികൾക്ക് ഒരു അല്പം സ്പെഷ്യലാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു തിയേറ്റർ ഗുരുവായൂരുകാരുടേത് മാത്രമല്ല, നമ്മൾ മലയാളികളുടെ എല്ലാവരുടേതുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് ഒരു വിളിപ്പാട് അകലെയാണ് നമ്മുടെ ഈ ഒരു ജയശ്രീ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു തിയേറ്ററിനെ നവീകരിച്ചപ്പോഴും ഇതിന്റെ ഒരു എയ്സ്തെറ്റിക് ലുക്ക് നിലനിർത്തിക്കൊണ്ട്, അതായത് ഈ ഒരു തിയേറ്ററിന്റെ ആ ഒരു ടെമ്പിൾ ഫീല് കൊണ്ടുവരാവുന്ന സ്ഥലത്തെല്ലാം മാക്സിമം കൊണ്ടുവന്ന് അത്രയധികം ഭംഗിയായിട്ടാണ് ഈ ഒരു തിയേറ്ററിനെ നവീകരിച്ചിട്ടുള്ളത്. ഇനി ഇത് ഇന്നാട്ടിലെ ജനങ്ങളുടെ കയ്യിലാണ്. ഇപ്പൊ കാണുന്ന ഈ ഒരു വൃത്തിയിൽ തന്നെ ഈ ഒരു തിയേറ്റർ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ട് റിനോവേഷൻ ചെയ്യുക എന്നതിലുപരിയായിട്ട് വളരെ ഭംഗിയായിട്ട് A to Z കാര്യങ്ങളിൽ മാറ്റം വരുത്തി ഒരു റിനോവേഷൻ ചെയ്യുക എന്ന് പറയുമ്പോഴാണ് ആ ഒരു തിയേറ്റർ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി കൂടുതൽ മനോഹരമാകുന്നത്. അപ്പൊ ഈ ഒരു തിയേറ്ററിനെ ഇത്രയധികം മനോഹരമാക്കിയിട്ട് ജനങ്ങൾക്ക് നൽകിയ മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പിന്റെ ഓണർ ശ്രീ ലിസിൻ സ്റ്റീഫൻ സാറിനും മാജിക് ഫ്രെയിംസ് തിയേറ്റേഴ്സിന്റെ ജനറൽ മാനേജറായിട്ടുള്ള സെന്തിൽ രാജേഷ് സാറിനും അതുപോലെ തന്നെ എന്റെ പിന്നണിയിൽ ഉണ്ടായിരുന്ന റിയാസ് സാറിനും എല്ലാം വലിയൊരു നന്ദി തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ തിയേറ്റർ സ്നേഹികളുടെ സൈഡിൽ നിന്നും ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.